കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ ഷാഫിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രമോദ് ലക്ഷ്യമിട്ടത് മറ്റ് 2 പോലീസുകാരെയെന്ന് സൂചന. മുൻപ് പ്രമോദിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള പക വീട്ടാനാണ് സ്റ്റേഷന് സമീപത്ത് എത്തിയത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചനകൾ. ഹോട്ടലിലെ തർക്കത്തിൽ സബ് ഇൻസ്പെക്ടർ ഷാഫി ഇടപെട്ടതാണ് പ്രമോദിനെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത്. സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രമോദിനെ കാപ്പ ചുമത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് പോലീസ്. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ഷാഫിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രമോദ് ലക്ഷ്യം വെച്ചത് അതേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരെ എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. മുൻപ് മറ്റൊരു കേസിൽ പ്രമോദിനെ പിടികൂടിയ 2 ഉദ്യോഗസ്ഥർ ഇപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. ഇവരെ ആക്രമിക്കാൻ പ്രമോദ് കയ്യിൽ കത്തി കരുതിയിരുന്നതായി ചിലരോട് വെളിപ്പെടുത്തിയിരുന്നു. അക്രമിയുടെ പേഴ്സിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോയും പോലീസ് കണ്ടെത്തി. കുത്തേറ്റ ഷാഫിയുമായി തനിക്ക് മുൻവൈരാഗ്യമൊന്നുമില്ലെന്ന് പ്രമോദ് മൊഴി നൽകിയിട്ടുണ്ട്. ഹോട്ടലിലുണ്ടായ തർക്കത്തിനിടെ എസ്ഐ ഇടപെട്ടതാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. ഇന്നലെ വൈകിട്ടാണ് സ്റ്റേഷന് മുൻപിലെ ഹോട്ടലിൽ വെച്ചുണ്ടായ തർക്കത്തിന് പിന്നാലെ പ്രമോദ് എസ്ഐയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള എസ്ഐ ഷാഫിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പ്രമോദ് പ്രതിയായ പഴയ കേസുകളിലെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ സ്കൂളിൽ അതിക്രമിച്ചു കയറി വോട്ടിംഗ് യന്ത്രം നശിപ്പിച്ചതിനും 2021 കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ചില്ല് തകർത്തതിനുമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് പ്രമോദ്. പോലീസ് പിടിയിലാകുമ്പോൾ മാവോയിസ്റ്റ് മുദ്രാവാക്യം വിളിക്കുന്നത് പതിവാക്കിയ അക്രമി മാവോയിസ്റ്റ് പ്രമോദ് എന്ന വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത്. സ്ഥിരം കുറ്റവാളിയായ പ്രമോദിനെ കാപ്പ ചുമത്തി നിയന്ത്രിക്കാനാകുമോ എന്ന സാധ്യതകളാണ് കോഴിക്കോട് ടൗൺ പോലീസ് പരിശോധിക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.